ദൈവത്തിന് മഹത്വം. നമുക്ക് നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. ഒരു പുതിയ ദിവസം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നു. നമ്മൾ ഓരോ കൂടിവരവുകളും ദൈവജനത്തിൽ പറയുന്ന പോലെ ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുവാനും നടത്തുവാനും ഉള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, വചനം പ്രസംഗിക്കുക, സമയത്ത് അസമയത്തും ഒരുങ്ങിയിരിക്കുക, സകല ഉത്സാഹത്തോടും കൂടെ തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. കാരണം വചനമാണ് ഒരു വ്യക്തിയെ ഒരുക്കിയെടുക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി വളർന്നു വരുന്ന കാലയളവിൽ ആത്മീയ ജീവിതത്തിന് പല ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ദൈവവചനത്തിൽ പറയുന്ന പോലെ നമ്മൾ ആഴത്തിൽ കുഴിച്ച് അടിസ്ഥാനമിട്ട് പണിയുന്ന വ്യക്തികളാണെങ്കിൽ സാഹചര്യങ്ങൾക്കോ സമ്മർദ്ദങ്ങൾക്കോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവഹിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കാരണം സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നുണ്ട്. പിശാച് എപ്പോഴും മനസ്സിനെയും ശരീരത്തെയൊക്കെ പലവിധമായിട്ട് ക്ഷീണിപ്പിക്കാനും തളർത്താനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആത്മാവിനാൽ ഒരു വ്യക്തി നയിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ധാരാളമായി കൃപ ആ വ്യക്തിയെ എല്ലാ പിശാചിൻ്റെ തന്ത്രങ്ങളെയും ജയിച്ച് ഒരു ജയാളിയായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിലേക്ക് നയിക്കും. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എല്ലായ്പ്പോഴും നമ്മുടെ ശ്രദ്ധ ക്രിസ്തുവിലായിരിക്കണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശു. അപ്പോൾ വിശ്വാസത്തിൻ്റെ നായകൻ എന്ന് പറയുന്ന യേശുവിനെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയെ ദൈവം എന്ത് ചെയ്യും? പൂർത്തി വരുത്തും. അല്ലേ? ഇതാണ് അതിൻ്റെ പ്രത്യേകത. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന ഒരു പരിപാടി ദൈവം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാനും കർത്താവിന് അറിയാം. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തു യേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അത് നമ്മളുടെ പൂർണ്ണമായിട്ടുള്ളൊരു സഹകരണമാണ് വേണ്ടത്. അല്ലാതെ നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ കഴിവുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടൊന്നും ഇതിലൊന്നും ഒരു നടപടിയാവുന്ന കാര്യമല്ല. മറിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. അതിനാണ് ദൈവജനം പറഞ്ഞത്, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ നടക്കുവാൻ സാധിക്കത്തില്ലല്ലോ. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് നടക്കും. അപ്പോൾ ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഓരോ ദിവസവും നമുക്ക് എന്തുണ്ട്? കഷ്ടങ്ങളുണ്ട്, ക്രൂശുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. പക്ഷെ തുടർമാനമായിട്ടുള്ള ഒരു അനുഗമനം ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചും കൊണ്ട് നാൾതോറും ക്രൂശെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതൊരു ഭാരമായിട്ടോ നിരാശയായിട്ടോ തോന്നത്തില്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം. മനസ്സിലായോ? തുടർമാനമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ദൈവ തേജസ്സിൻ്റെ അധികമായ പ്രകാശനത്തിലേക്കൊക്കെ ഓരോ ദിവസവും നയിക്കാനായിട്ട് ഇടവരും. കാരണം കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ സമയം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ കർത്താവ് പറഞ്ഞതുപോലെ ശേഷിപ്പ് അല്ല, ഒരു ചെറിയൊരു ശേഷിപ്പിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്തെടുക്കുന്നത്. ഈ ശേഷിപ്പിന് വേണ്ടിയിട്ട് ഈ ലോകത്ത് ഇത്രമാത്രം കോടിക്കണക്കിന് ജനങ്ങൾ വസിക്കുമ്പോൾ ഒരു ചെറിയൊരു ശേഷിപ്പിന് വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നു. ആ ഒരു ശേഷിപ്പിന് വേണ്ടി ദൈവം കൃപ പകരുന്നു ഒക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചു ബുദ്ധിയിലൊന്നും അതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹത്തിനൊത്തവണ്ണം ആ ശേഷിപ്പ് ആയിത്തീരണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്? ദൈവം കാത്തിരിക്കുന്നത്. ദൈവഹൃദയത്തിൽ ആഗ്രഹം ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. ആരും നശിച്ചു പോകരുത്, എല്ലാവരും മാനസാന്തരപ്പെടുക ഇച്ഛിച്ചിട്ടാണ്. കാരണം എല്ലാവരെയും ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ഈ തിരിച്ചറിവ് ആളുകൾക്കില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹത്തെ മനസ്സിലാക്കി നമ്മളും പ്രാർത്ഥിക്കുക. കാരണം ദൈവത്തിന് അല്പം കൊണ്ടും അധികം കൊണ്ടൊക്കെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി. നമ്മളുടെ ചിന്തകൾ വെച്ചുകൊണ്ടെന്നല്ല ദൈവം പ്രവർത്തിക്കുന്നു. നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിൻ്റെ വഴികളല്ല എൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന പോലെ നിൻ്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളും നിൻ്റെ വഴികളും എൻ്റെ വഴികളും നമ്മൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു വ്യക്തി എല്ലായ്പ്പോഴും ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കാണണം. കാരണം സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നതുകൊണ്ട് പിശാച് പലപ്പോഴും നിരാശയിലേക്കും ക്ഷീണത്തിലേക്കും തളർച്ചയിലേക്കും മടുപ്പിലേക്കും ഒക്കെ കൊണ്ടുവരുമ്പോൾ ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്ത് ചെയ്യും? പ്രത്യാശയുടെ സമൃദ്ധി ആ വ്യക്തിക്കുണ്ടാകും. അതുകൊണ്ടാണ് കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഏത് സാഹചര്യങ്ങളും ആ വ്യക്തിയെ പ്രത്യാശയുടെ സമൃദ്ധിയിലേക്കാണ് നയിക്കുന്നത്. കഷ്ടങ്ങളുണ്ടാവും, പക്ഷെ ആ കഷ്ടത സഹിഷ്ണുതയിലേക്കും സിദ്ധതയിലേക്കും പ്രത്യാശയിലേക്കും വഴി നടത്തും. മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കും. പക്ഷേ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും ഒക്കെ കൂട്ടിക്കൊള്ളുന്നൊരു അനുഭവം. അപ്പോൾ എന്ത് സംഭവം വന്നാലും ഇങ്ങനെ വന്നാലും അതെല്ലാം ഈ പ്രത്യാശയുടെ സമൃദ്ധിയിലേക്കും ദൈവ തേജസ്സിൻ്റെ വെളിപ്പാടിലേക്കായിരിക്കും ഒരു ദൈവ പൈതലിനെ നടത്തുക. അതാണ് പുത്രൻ കാണിച്ചു തന്നത്. പുത്രൻ അനേകം കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി. പക്ഷേ അതെല്ലാം എന്തായി തീർന്നു? ദൈവ
തേജസ് പ്രാപിക്കാനായിട്ട് ഇടയാക്കും. അപ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അന്ത്യകാലത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ നമുക്ക് സ്ഥിരതയോടെ ഓടാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കി ഓട്ടത്തിൻ്റെ സ്ഥിരത നഷ്ടപ്പെടുത്തരുത്. വളരെ സ്ഥിരതയുള്ളവരായി വചനത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചും കൊണ്ട് ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം. ലൂക്ക് 6:44. മത്തായി 6:33 ഓർക്കുന്നുണ്ട്? എന്താണ്? ഞാനിങ്ങനെ പെട്ടെന്നൊരു മുന്നമേ അവൻ്റെ രാജ്യനീതി അന്വേഷിക്കുന്നവരോട് നിങ്ങൾക്കെല്ലാം കിട്ടും. ഇത് ലൂക്കിന്റെ 6:44. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ടറിയാം. മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യുവാറില്ലല്ലോ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയാണ്, ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ടറിയാം. അപ്പൊ എങ്ങനെ അറിയുന്നേ? ഒരു വൃക്ഷത്തെ എങ്ങനെ അറിയുന്നേ? ഫലം കൊണ്ടാണ് അറിയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെയും ദൈവം ഒരു വൃക്ഷം പോലെയാണ് കാണുന്നതെങ്കിൽ, കർത്താവ് അത് പറയുന്നുണ്ടല്ലോ, കർത്താവ് വിശന്നപ്പോൾ ഒരു അത്തിവൃക്ഷം കണ്ടു, അതിൻ്റെ അടുക്കിലേക്ക് ചെന്നു, അതിൻ്റെ ഫലം തെരഞ്ഞു, കണ്ടില്ല, അതിനെ ശപിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ വ്യക്തികളെയാണ് ഈ കാണിക്കുന്നത്. നമ്മളെല്ലായ്പ്പോഴും ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായിരിക്കണം. അതുകൊണ്ട് ഇവിടെ പറയണ ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ടറിയാം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ദൈവ പൈതലാണ് എന്ന് വെളിപ്പെടുത്തുന്നത് അവൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉളവായി വരുന്ന ഫലങ്ങളെ കൊണ്ടാണ്, അല്ലേ? ഫലങ്ങൾ. ആത്മാവിന് ഫലമുണ്ടോ? ഫലങ്ങളുണ്ടോ? ആത്മാവിന് ഫലങ്ങളാണുള്ളത്, ഫലമാണുള്ളത്? ആത്മാവിൻ്റെ ഫലമോ? ആത്മാവിൻ്റെ ഫലമാണ്, ഫലങ്ങളല്ല. ഫലം. ആത്മാവിന് ഒറ്റ ഫലമുള്ളൂ, അതെന്താണ്? സ്നേഹമാണ്. ആത്മാവിൻ്റെ ഫലമോ? സ്നേഹം. പക്ഷെ ആ സ്നേഹം എങ്ങനെ ഉണ്ടാവുന്ന ഒരു വ്യക്തിയിൽ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അല്ലെ? ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന്, അതാണ് ഈ ഫലം എന്ന് പറയുന്നത്. ആ ഫലത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ആ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? സന്തോഷവും സമാധാനവും മറ്റുള്ള കാര്യങ്ങളും, അല്ലെ? ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. പക്ഷെ ഇതെല്ലാം സ്നേഹത്തിൽ നിന്നും ഉത്ഭവിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. മനസ്സിലായോ? അത് ഏത് സ്നേഹം? പരിശുദ്ധാത്മാവിനാലുള്ള സ്നേഹത്തിൽ നിന്നും വേണം മറ്റെല്ലാം പുറപ്പെടുവിക്കാൻ. കാരണം ആദാമി പാവപ്രകൃതത്തിലുള്ള മനുഷ്യരിൽ ഈ പറയുന്ന എല്ലാം ഉണ്ട്, ഇല്ലേ? വീണ്ടും ജന്മം പ്രാപിച്ചതിന് ശേഷമാണ് സ്നേഹിക്കാൻ തുടങ്ങി, അല്ല. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം ഒരു വ്യക്തിയുടെ അകത്ത് നിറഞ്ഞു വരുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ആ പരിശുദ്ധാത്മാവിനാലുള്ള സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ദൈവത്തിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഓരോ സാഹചര്യത്തിൻ്റെ നടുവിലും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തണം. ഒരു സാഹചര്യത്തിന് നടുവിൽ എന്നിലുള്ള സ്നേഹം ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹമാണോ എന്നിങ്ങനെ വിലയിരുത്തണം. ഇങ്ങനെ വിലയിരുത്താം. സാഹചര്യങ്ങളിൽ പുറപ്പെട്ടു വരുന്ന എൻ്റെ ഉള്ളിൽ വരുന്ന ചിന്തകൾ എങ്ങനെയാണെന്ന് നോക്കണം. അതിനോടുള്ള എൻ്റെ മനോഭാവം എന്താണെന്ന് നോക്കണം. അതിനോടുള്ള എൻ്റെ പ്രതിബദ്ധത അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു, ഇതാണ് എൻ്റെ അകത്തിരിക്കുന്ന ഈ സ്നേഹം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉള്ളതാണോ എന്ന് അറിയുന്നത്, അല്ലേ? ഇനി അതറിയണമെങ്കിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആത്മാവിനാലുള്ള സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അല്ലേ? എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം മറക്കുന്നു, എല്ലാം പൊറുക്കുന്നു, അല്ലേ? എല്ലാം വിശ്വസിക്കുന്നു. ഈ ഒരു സ്നേഹം വരണം. ഒരു സാഹചര്യം നടുവിൽ ഈ വചനം നമ്മൾ ഓർത്തെങ്കിൽ ഈ എന്നിലുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായി? കാരണം ഇത് രണ്ടും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് പലരുടെ ഉള്ളിൽ നിന്നും പുറപ്പെട്ടു വരുന്ന സ്നേഹം എന്ന് പറയുന്നത് അഗാപ്പെ സ്നേഹമല്ല, അല്ലെങ്കിൽ ആത്മാവിനാൽ നിറയപ്പെട്ടും കൊണ്ട് ഉള്ള ഒരു സ്നേഹമല്ല വരുന്നത്. അപ്പം അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ, കാരണം ഇതൊക്കെ എപ്പോഴാണ് തിരിച്ചറിയുക? ഇതെല്ലാം തിരിച്ചറിയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിലാണ് എന്നിൽ ഉണ്ടായിരുന്ന സ്നേഹം എന്തായിരുന്നു എന്ന് തിരിച്ചറിയുക. ആ ടെസ്റ്റ് എന്താണെന്നുണ്ടോ നിങ്ങൾ? വൃക്ഷത്തിൻ്റെ ഫലം കറക്റ്റ് ആണെന്ന് അറിയണമെങ്കിലേ ഒരു ടെസ്റ്റിൽ കൂടി കടന്നു പോകേണ്ടി വരും. 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം ഒന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ അവിടെ
അതിന്റെ 11-ാം വാക്യം 3:11 വായിച്ച്. യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്രേ. ഇങ്ങനെയാണ് ശോധന ചെയ്യുന്നത്. അപ്പൊ നമ്മളിൽ പരിശുദ്ധാത്മാവിനാലുള്ള സ്നേഹത്തിന്റെ നിറവിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നമ്മൾക്ക് തന്നെ തോന്നും, എന്ത് ഈ പുല്ല്, മരം, പുല്ല്, വൈക്കോല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പോലെ ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് തീയിൽ കൂടി ശോധന ചെയ്യുമ്പോൾ ഇതെല്ലാം കത്തിപ്പോകും. ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തല്ലേ. പരീക്ഷന്റെ പ്രാർത്ഥനയിൽ പറയുന്നില്ലേ, പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ചുങ്കക്കാരൻ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പറയുന്നുണ്ട്, കർത്താവേ അല്ലേ, അവൻ സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ ഇതായിട്ട് അവൻ പറയുന്നുണ്ട്. പക്ഷെ അവൻ നീതീകരിക്കപ്പെട്ടവനായി പോയി. അപ്പോൾ സ്വയനീതി ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവഹിതം മനസ്സിലാക്കാനോ ദൈവസ്നേഹത്തിന്റെ നിറവിൽ നിറയപ്പെടാനോ പറ്റത്തില്ല. ഇത് മറന്നു പോകരുത്. അപ്പോൾ ഏത് വൃക്ഷത്തെയും എങ്ങനെ അറിയുന്നത്? ഫലം കൊണ്ടാണ്, വരം കൊണ്ടല്ല, ഫലം കൊണ്ടാണ്. അപ്പം ഇന്ന് നമ്മൾ ഈ ഫലം പല രീതിയിലാണ് വെളിപ്പെട്ട് വരുന്നത്. അത് വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ. ഒരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യയുടെ ജീവിതം ദൈവവചന പ്രകാരമായിരിക്കണം. അതാണ് ഫലം കൊണ്ട് അറിയാന്ന് പറയും. ഒരു ഭർത്താവായിട്ടാണെങ്കിൽ ആ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ദൈവവചനം പറയുന്ന അനുഭവത്തിലുള്ള ഒരു ജീവിതം ആ വ്യക്തി ജീവിക്കുമ്പോഴാണ് എന്തായി തീരുന്നത്? ആ വ്യക്തിയുടെ ജീവിതം ഫലം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി തീരുന്നു. മക്കളാണെങ്കിൽ ദൈവവചനത്തിൽ പ്രകാരമുള്ള മക്കളായിരിക്കണം. ഒരു ദാസനാണെങ്കിൽ ദാസൻ അതുപോലെ ആയിരിക്കണം. ഇന്ന് നമുക്ക് ഈ ദൈവ ഹിതപ്രകാരമുള്ള ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ നോക്കേണ്ടത്. നമുക്കിന്ന് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന് 12. കാരണം ഈ കാലഘട്ടത്തിൽ ഒത്തിരി ശുശ്രൂഷകന്മാരൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവവചനത്തിലൊരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം, യഥാർത്ഥത്തിലുള്ളൊരു ശുശ്രൂഷകൻ എങ്ങനെ തിരിച്ചറിയാം? കാരണം അനേകം കള്ളനാണയങ്ങളും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ശുശ്രൂഷകനെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ദൈവവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്നിട്ട് ശുശ്രൂഷകൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ശുശ്രൂഷകൻ ഒരു ദിവസം കൊണ്ട് ഉണ്ടായി വരുന്ന ഒന്നല്ല ശുശ്രൂഷകൻ എന്ന് പറയുന്നത്. ദൈവം എല്ലാവരിലും എന്ത് ചെയ്തിട്ടുണ്ട്? ശുശ്രൂഷ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ഓരോരോ ജീവിത സാഹചര്യങ്ങളിൽ കൂടി ദൈവം കടത്തിവിട്ടിട്ടാണ് ഒരു ശുശ്രൂഷകൻ എന്ത് ചെയ്യുന്നത്? ഒരുക്കിയെടുക്കുന്നത്, അല്ലെ? മോശ എന്ന് പറയുന്ന ഒരു വിമോചകനെ ദൈവം ഒരുക്കിയെടുക്കുവാൻ വേണ്ടി ദൈവം 40 വർഷമാണ് അവൻ എന്ത് ചെയ്ത് മരുഭൂമിയിൽ ഇത്രോന്റെ ആടുകൾ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മോശയ്ക്ക് ജ്ഞാനം ഇല്ലായിരുന്നോ? ദൈവവചനം എന്താ പറയുന്നത്? മോശയെ സംബന്ധിച്ചിടത്തോളം മോശയ്ക്ക് ജ്ഞാനം ഉണ്ടായിരുന്നു. മോശ ജ്ഞാനം മാത്രമല്ല, മോശ മിസ്രൈമിലെ സകല വിദ്യയും ജ്ഞാനവും. പക്ഷെ ഇത് എവിടുത്തെ ജ്ഞാനം? അത് മിസ്രൈമിലെ ജ്ഞാനമാണ്. ആ മിസ്രൈമിലെ ജ്ഞാനം വെച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളെ അല്ലെങ്കിൽ ദൈവജനത്തെ വാഗ്ദത്ത കാനാനിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. സംഭവമൊക്കെ ശരിയാണ്, നല്ല ജ്ഞാനമുണ്ട്, അറിവുണ്ട്, പഠിച്ചിട്ടുണ്ട്, എല്ലാ വിദ്യ അഭ്യസിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സംഭവം വെച്ചുകൊണ്ടല്ല, കോർപ്പറേറ്റ് ശൈലിയിലല്ല ദൈവസഭയെ ഒരുക്കിയെടുക്കേണ്ടത്. മിസ്രൈമിലെ ജ്ഞാനത്തിൽ ദൈവസഭയെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ആ മിസ്രൈമിലെ ജ്ഞാനത്തിലാണ് ഒരുത്തന് ഒറ്റയടിക്ക് വന്നത്, അല്ലെ? ഒറ്റയടിക്ക് കൊന്ന് മണലിൽ മറച്ചിട്ട്, അത് മിസ്രൈമിലെ ജ്ഞാനം. ആ ജ്ഞാനത്തിലല്ല ദൈവസഭയെ ഒരുക്കിയെടുക്കേണ്ടത്. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അവനെ മിസ്രൈമിൽ നിന്നും അവനെ ഓടിച്ചു, അവനെ മരുഭൂമിയിലേക്ക് നടത്തി, 40 വർഷം നടന്നു, ഒരുക്കിയെടുത്തിട്ട് ഇതേ ജനത്തെ വിടുവിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു ശുശ്രൂഷകനായി ഒരുക്കിയെടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞത്, പുതിയ ശുശ്രൂഷകനും അരുത്. മനസ്സിലാവും? കാരണം അത് നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് പുതിയ ശിഷ്യനും അരുത് എന്ന് ദൈവവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വചനപ്രകാരമുള്ള ഒരു ശുശ്രൂഷകന്റെ ക്വാളിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 തിമോത്തി 4:12 എന്ന് വെച്ചാൽ, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്.
അപ്പോൾ ഒരു ശുശ്രൂഷക്കാരൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് വാക്കാണ്. ആണോ? കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ വാക്ക് ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ, അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. എന്താ പറഞ്ഞാൽ അർത്ഥം? നമ്മളൊരു വാക്ക് പറയുമ്പോൾ അത് സത്യമായിരിക്കണം, അത് ദൈവം നീതിക്കൊത്തോണമായിരിക്കണം. വ്യാജമോ നുണയോ ഭോഷ്കോ കള്ളത്തരങ്ങളോ ഒന്നും അതിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ഉണ്ടായ എന്താ കുഴപ്പം? ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ സാത്താൻ അവകാശം കിട്ടും. അശുദ്ധാത്മാക്കളും ഭൂതാത്മാക്കളും കയറി ആ വ്യക്തിയെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം, ഒരു ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പുൽപ്പിറ്റിൽ നിൽക്കുന്ന പാസ്റ്ററാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഒരു വ്യക്തിയെ ദൈവം ഒരുക്കി കൊണ്ടുവരുമ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച ഓരോ വ്യക്തികളിലും ഈ ക്വാളിറ്റി ഉണ്ടാവണം. മനസ്സിലായോ? വീണ്ടും ജനനം പ്രാപിച്ച ഓരോ ദൈവ പൈതലും, യേശുവിനെ പിൻപറ്റുന്ന ഓരോ വ്യക്തിയും ഈ പറയുന്ന ഒരു അനുഭവത്തിൽ കൂടി കടന്നുപോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദൈവം പരമേൽപ്പിക്കുന്ന ശുശ്രൂഷയിലേക്ക് വളർന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഏത് വൃക്ഷത്തെയും വരം കൊണ്ടല്ല ഫലം കൊണ്ടാണ് അറിയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് കയറി വരുന്നില്ലെങ്കിൽ അവനെ തന്നെ ഒന്ന് നോക്കണം. എന്ത് നോക്കണം? എനിക്കൊരു വീണ്ടും ജനനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ഇത് സമർപ്പണം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം സമർപ്പിക്കേണ്ട കാര്യമല്ല, തുടർമാനമായിട്ട് സമർപ്പിക്കണം. വചനം കേൾക്കുമ്പോൾ സമർപ്പിക്കണം. കാരണം എപ്പോഴാണ് നമ്മളിൽ ഒരു വീണ്ടും ജനം ഉണ്ടാകുക എന്നുള്ളത് അറിയത്തില്ല. കാരണം ഹൃദയപൂർവ്വമുള്ള ഒരു സമർപ്പണത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് സമർപ്പണം എന്ന് പറയുന്നത് തുടർമാനമായിട്ട് വേണ്ടതാണ്. മാനസാന്തരം എന്ന് പറയുന്നത് തുടർമാനമായിട്ട് വേണ്ട കാര്യമാണ്, അല്ലെ? അത് ഒരിക്കലായിട്ട് തീരുന്ന കാര്യമല്ല. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു അനുഭവത്തിലേക്ക് കയറി വരുന്നത്. എന്നാൽ ഈ പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പണം ഒരു വ്യക്തിയിൽ ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവം ഒരു പ്രാവശ്യം ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടായാൽ ആ വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? വചനത്തിന്റെ പോഷണം ലഭിച്ച് വളരാനായിട്ട് ഇടവരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഫലം കാണാനായിട്ട് ഇടവരുന്നത്. മനസ്സിലായോ? ഫലം കാണുന്നില്ലെങ്കിൽ ഓർക്കണം, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇനി ഫലം കാണുന്നുണ്ടെന്ന് ആരാ പറയേണ്ടത്? ഞാൻ തന്നെയാണോ പറയേണ്ടത്? അല്ല. ഒരു മാവുമേൽ നിറച്ച് മാങ്ങ നിൽക്കുന്നുണ്ട്, പഴുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കാണുന്നവരെ പറയുന്ന മാവുമേൽ മാങ്ങ നിൽക്കണ്ടല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഒരു മാങ്ങയില്ലാത്ത ഒരു മാവ് പറയണ എന്നിൽ നിറച്ച് മാങ്ങയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും. ഇതാണ് അത്തിവൃക്ഷം ചെയ്തത്. അത്തിവൃക്ഷം ഇലയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണുണ്ടപ്പോൾ നിൽപ്പ് കണ്ടാൽ മുഴുവൻ അത്തിപ്പഴം ഉണ്ടെന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണ് യേശു അവിടേക്ക് കടന്നു ചെല്ലുന്നത്. നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഫലം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഫലമുണ്ടെന്ന് നമ്മൾ പറയല്ല വേണ്ടത്. എന്നെ കാണുന്നവർ, എന്നെ കേൾക്കുന്നവർ, ഞാനുമായിട്ട് അടുത്ത് ഇടപെടുന്നവർക്ക് ഈ ഫലം, ഈ യേശുവിനെ കാണാനായിട്ട് കിട്ടണം. അത് കിട്ടുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കാര്യം പറയാണ് വാക്ക്. അപ്പൊ ഈ വാക്ക് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയിൽ മാത്രം വേണ്ട കാര്യമാണോ? അല്ല. ഒരു വീണ്ടും ജന്മം പ്രാപിച്ച ഏത് വ്യക്തിയുടെയും വാക്ക് യേശുവിനെ പോലെ ആയിരിക്കണം. എന്താ യേശുവിന്റെ വാക്കിന്റെ പ്രത്യേകത? അവന്റെ വായിൽ നിന്നും ലാവണ്യ വാക്കുകൾ പുറപ്പെട്ടു, അല്ലെ? അപ്പൊ നമ്മളുടെ വാക്കുകൾ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും അധമമായത് സംസാരിക്കും. ചിലപ്പോൾ പല പൊട്ടച്ചൊല്ലുകൾ പറയും, കളിവാക്കുകൾ പറയും, ശാപവാക്കുകൾ പറയും, കോപത്തിൽ വാക്കുകൾ പറയും, ഇതൊക്കെ പറയും, അല്ലെ? എന്താ പറഞ്ഞ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മളെല്ലാവരും പിശാചിന്റെ മക്കളായിരുന്നു. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അവന്റെ ഇഷ്ടം ചെയ്യാനാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. യേശു കർത്താവ് അങ്ങനെയല്ല. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ജനനം പ്രാപിച്ചതാണ്. പാപമില്ലാത്തവനായിരുന്നു. പക്ഷെ നമ്മളിൽ എല്ലാവരും പാപത്തിലാണ് ജനിച്ചത്. പാപത്തിൽ ജനിച്ചതുകൊണ്ട് ഈ പിശാചായ സാത്താന്റെ സ്വഭാവ വൈകല്യങ്ങൾ എല്ലാവരിലുമുണ്ട്. മനസ്സിലായോ? എന്നാൽ വീണ്ടും ജനനം പ്രാപിച്ചൊരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് കൃപയിൽ ആശ്രയിച്ച് വചനാനുസരണത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന സ്വഭാവ വൈകല്യങ്ങളെ നീക്കിക്കളയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കും. ഇങ്ങനെയാണ് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നത്? ദൈവിക സ്വഭാവം വരുന്നത്. അപ്പൊ അതിന് ഏറ്റവും ആദ്യം വേണ്ടത് അവന്റെ നാവ് എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം, അല്ലെ? വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നല്ലതല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്, അല്ലെ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ. അപ്പോൾ അതുകൊണ്ട് കേൾപ്പാൻ വേഗത, സംസാരിപ്പാൻ സാവധാനം, കോപത്തിന് താമസമുള്ളവനായിട്ട് തീരണം. കാരണം മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ നിറവേറ്റത്തില്ല. ഒരൊറ്റ വാക്ക് മതി നമ്മളിൽ പകർന്നിരിക്കുന്ന എല്ലാ അഭിഷേകവും പോവാനായിട്ട്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ. കാരണം ഏത് പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ മറ്റു വ്യക്തികളിൽ കൂടി ഏത് വിധേനയും നമ്മളുടെ വാക്കുകളിൽ കൂടി
നമ്മൾ മേലുള്ള അഭിഷേകത്തെ കളയുക എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം. ആ തന്ത്രങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത്? കുടുങ്ങി പോകരുത്. മറിച്ച് നമ്മളിലുള്ള ഇറിറ്റേറ്റ് ആവുന്ന അല്ലെങ്കിൽ ഹൃദയം കഠിനപ്പെടുത്തുന്ന ആ സ്വഭാവങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നീക്കി കളയണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയാണ് നിന്റെ വാക്ക്. അടുത്തത് നടപ്പ്. നടപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു വീണ്ടും ജന്മം പ്രാപിച്ചൊരു വ്യക്തിക്ക് പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധിയുള്ളവരാകണം. കണ്ടോ? അപ്പോൾ പണ്ട് നടന്ന പോലെ നടക്കാൻ പറ്റത്തില്ല. പണ്ട് ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നടന്ന പോലെ നടക്കാൻ പറ്റത്തില്ല. രണ്ടും കൂടി ചേർന്ന് പോകത്തില്ല. ഇരുളും വെളിച്ചവും കൂടി ചേർന്ന് പോകത്തില്ല. ലോകത്തിന്റെ മോഹങ്ങളിലും ദൈവവചനത്തിൽ കൂടി രണ്ടും കൂടി, ദൈവരാജ്യവും ലോകത്തിന്റെ ഇതും കൂടി രണ്ടും കൂടി അനുഭവിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ ദൈവവചനത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു അനുസരണത്തിൽ കൂടിയായിരിക്കണം നമ്മൾ പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ നമ്മളുടെ നടപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. മനസ്സിലായോ? നമ്മളെ കാണുന്നവർ, ദൈവത്തെ കാണുന്നവർ, ദൈവനാമം ദുഷിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു നടപ്പ് നമ്മളിൽ പാടില്ല. കാരണം മറ്റുള്ളവർ നമ്മളെ നോക്കുന്നു. മനസ്സിലായോ? അപ്പോൾ അതിനുള്ളൊരു സാധ്യതകളും അവസരങ്ങളും സ്വാതന്ത്ര്യവും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ കർത്താവ് കെട്ടിവലിച്ചുകൊണ്ടൊന്നും പോകുന്നില്ല. പക്ഷേ തിരിച്ചറിവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന രീതിയിൽ, എതിർക്കുന്ന രീതിയിൽ, കെടുത്തിക്കളയുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യത്തില്ല. ഇതാണ് ഇതിന്റെ പ്രത്യേകത. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഒരു ശുശ്രൂഷയിലേക്ക് വളർന്നു വരാനായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരുക്കിയെടുക്കുന്ന, അല്ലെങ്കിൽ ഒരു വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തിയിൽ ഉളവായി വരുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ചായി പറയുന്നു. മനസ്സിലായോ? അപ്പോൾ അവിടെ നടപ്പ്. അടുത്തത് സ്നേഹത്തിൽ. കേട്ടോ? അടുത്തത് സ്നേഹം. അപ്പോൾ വാക്ക് വേണം, നടപ്പ് വേണം, സ്നേഹം. അപ്പോൾ ഈ സ്നേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്നേഹം എന്തുവാ? അവരിൽ നിന്നും അതേ സ്നേഹം നമ്മൾ പ്രതീക്ഷിക്കും, അല്ലേ? അത് ലോകത്തിന്റെ പരിപാടിയാണ്. ദൈവരാജ്യത്തിൽ അങ്ങനെയില്ല. ദൈവരാജ്യത്തിൽ അവൻ അവരെ സ്നേഹിച്ചു, അവസാനത്തോളം സ്നേഹിച്ചു. ആ സ്നേഹമാണ് നമ്മളിന്ന് വേണ്ടത്. നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ദൈവരാജ്യത്തിന്റെ നീതിക്കൊത്തോളം ജീവിക്കാൻ ഒരു ദൈവത്തിന് പറ്റത്തില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഇതൊരു അഭിഷേകമാണിത്. ഈ അഭിഷേകത്തെ പകരുമ്പോൾ അത് നമ്മൾ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടിയിട്ടാണ് അതിന് ഉപയോഗിക്കേണ്ടത്. ആ അഭിഷേകത്തെ മനസ്സിലാകുന്നുണ്ടോ? ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കർത്താവിനെ അവരെ സ്നേഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. കർത്താവിന് വേണമെങ്കിൽ യൂദായെ തള്ളിക്കളയാമായിരുന്നു, പത്രോസിനെ തള്ളിക്കളയാമായിരുന്നു, അല്ലേ? കാരണം ഇവരൊക്കെ തള്ളി പറയുമെന്നും ഒറ്റിക്കൊടുക്കുമെന്നും ഇവരെല്ലാവരും തന്നെ വിട്ടുപോകുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. അങ്ങനെയുള്ള ഒരു അറിവ് നമ്മളിൽ ഉണ്ടായിരിക്കുക നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്പം നിങ്ങൾ നോക്കിയേ, യേശുവിൻ്റെ സ്ഥാനം നമ്മൾ ഓരോരുത്തരാണ്. ചുറ്റിലിരിക്കുന്ന 12 പേര് ഇവരെല്ലാവരും തന്നെ വിട്ടിട്ട് ഓടിപ്പോകുമെന്നും അതിലൊരുത്തൻ 30 വെള്ളിക്കാശിന് നമ്മളെ ഒറ്റി കൊടുക്കുമെന്നും, അല്ലേ? ഒരു സ്ത്രീയുടെ മുമ്പിൽ, ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ഞാൻ അവനെ അറിയത്തില്ലെന്ന് പ്രാഗി തള്ളിപ്പറയുമെന്നും കാണുന്ന ഒരു വ്യക്തിയുടെ കൂടെ നമ്മൾ നടക്കുമോ? നിങ്ങൾ നടക്കുമോ? നമ്മൾ നടക്കത്തില്ല. മനസ്സിലായാൽ. പക്ഷെ നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. മനസ്സിലാക്കിയാലും അപ്പോഴാണ് നമ്മൾ പറയാം, അവൻ്റെ തനി സ്വഭാവം ഇപ്പോഴാ മനസ്സിലായത്. ഇതാണ് മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇവിടെ പറയാണ്, കേട്ടോ, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും. ഈ സ്നേഹത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. കുറവുകളോട് സ്നേഹിക്കുന്ന. മനസ്സിലായോ? സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല. ഇത് വെറുതെ നമ്മൾ കാണാതെ പിടിച്ചിട്ട് കാര്യമില്ലത്. ഒരു സാഹചര്യത്തിന് നടുവിൽ ഇത് പൊങ്ങി വരണം. മനസ്സിലായോ? കാരണം ഇതെന്താ പൊങ്ങി വരാത്തത്? ഒരു സാഹചര്യത്തിന് നടുവിൽ അഗാപ്പെ സ്നേഹം നമ്മളിൽ നിന്നും പുറപ്പെടേണ്ട ഒരു സാഹചര്യത്തില് അതിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ നമ്മളിലുള്ള പല മുറിവുകളും, നമ്മളുടെ അകത്ത് മറിഞ്ഞു കിടക്കുന്ന പല സംഭവങ്ങളും ഈ എന്ത് ചെയ്യും? ഇത് ഓർമ്മ വരും. ആരും ഓർമ്മ വരും? പരിശുദ്ധാത്മാ ഓർമ്മപ്പെടുന്നതല്ല. രൂപാന്തരപ്പെടാത്ത നമ്മുടെ ദേഹിയിലിരിക്കുന്ന അശുദ്ധാത്മാക്കളും ഭൂതാത്മാക്കളും ഒക്കെ എന്ത് ചെയ്യും? ഇതിനെ ഓർമ്മപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത്? ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാ നിന്റെ ഹൃദയങ്ങളിൽ പകർന്ന് ഈ അഭിഷേകത്താൽ നീ എന്ത് ചെയ്യണം? ആ വ്യക്തിയെ സ്നേഹിക്കണം, കുറവുകളോടെ സ്നേഹിക്കണം എന്ന് നമ്മളോട് സംസാരിക്കും. ഈ 2 സ്വരം എപ്പോഴും ഉണ്ട്. മനസ്സിലായോ? എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുന്ന ഒരു വ്യക്തിയിലേക്ക്
ദൈവം ധാരാളമായി കൃപ പകരും. ആ അഭിഷേകം കുറവുകളോടെ സ്നേഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്. അതുകൊണ്ടാണ് യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ടും പത്രോസിനെ തേടി വന്നേ. നിങ്ങൾ യോഹന്നാൻ സുവിശേഷം 21 വായിച്ചു നോക്കിയാൽ നിങ്ങൾ, പത്രോസ് മീൻ പിടിക്കാൻ പോയി, ഞാൻ മീൻ പിടിക്കാൻ പോയി, എല്ലാവരും കൂടി മീൻ പിടിക്കാൻ പോയി. അവർക്ക് മീനൊന്നും കിട്ടാതിരുന്നു. യേശു കർത്താവ് അവിടെ കനലിൽ മീനും അപ്പമൊക്കെ ചുട്ടു വെച്ച് അവർക്ക് വേണ്ടി കാത്തിരിക്കുക. എന്നിട്ട് അവരോട് പറഞ്ഞു, ഒന്നും കിട്ടിയില്ല, എന്നാൽ നിങ്ങൾ പടകിൽ വലത്ത് വശത്ത് വല വീശാൻ പറയുമ്പോൾ പെരുത്ത് മീൻകൂട്ടം കിട്ടി. എന്നിട്ട് പറയുന്നുണ്ട്, പിടിച്ചതിൽ പറഞ്ഞാൽ നല്ല ഇപ്പം പിടിച്ച മീനെ കൊണ്ടുപോയോ. അപ്പോൾ ആ ഒരു സ്നേഹം നോക്കിയാൽ നിങ്ങൾ, നമ്മൾക്കാണെങ്കിൽ അങ്ങനെ. അതുകൊണ്ട് പത്രോസ് എന്ത് ചെയ്തപ്പോൾ, പത്രോസ് എടുത്ത് ഇല്ലേ, പത്രോസ് ചാടി. അത് യേശുവാണെന്ന് അറിഞ്ഞപ്പോൾ പത്രോസ് കുറ്റബോധം വന്നു. കാരണം എന്താ പത്രോസിന് കുറ്റബോധം വരാൻ കാരണം എന്താ? പത്രോസിൽ ഈ പറയുന്ന ഒരു അഗാപ്പെ സ്നേഹം ആ സമയത്ത് ഉളവായില്ല. യേശുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും അഗാപ്പെ സ്നേഹത്തിന്റെ നിറവാണുള്ളത്. അതുകൊണ്ട് ഏത് സമയത്തും എല്ലാവരെയും സ്നേഹിക്കുവാൻ അവന് സാധിച്ചിരുന്നു. ഇതൊക്കെ വളരെ ആഴത്തിലുള്ള കാര്യങ്ങളാണ് വെളിപ്പെടുത്തി തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഓരോരോ സാഹചര്യങ്ങളും അവസരങ്ങളൊക്കെ ഒരുക്കി തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പറയാണ് വാക്ക്, നടപ്പ്, സ്നേഹം. അപ്പോൾ നമ്മളിൽ എപ്പോഴും ഈ സ്നേഹത്തിൻ്റെ നിറവുണ്ടാവണം. മനസ്സിലായോ? അപ്പോൾ ഒരു സാഹചര്യത്തിനടിയിലാണ് എന്നിൽ ഒറിജിനൽ സ്നേഹമാണോ ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹമാണോ ഇരിക്കണമെന്ന് അറിയാം, അല്ലേ? ഈ സാഹചര്യം വന്നെങ്കിലല്ലേ ഏത് സ്നേഹമാണെന്ന് അറിയുന്നത്. ഇപ്പോൾ യേശുവിലുള്ള സ്നേഹം പരിശുദ്ധാത്മാവിനുള്ള സ്നേഹമാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? വചനത്തിൽ കൂടി യേശു കർത്താവിൻ്റെ ഓരോരോ സാഹചര്യങ്ങളിൽ യേശു എങ്ങനെയാണ് അതിനോട് ഇടപെട്ടത്, പ്രതികരിച്ചത് എന്ന് കണ്ടിട്ടാണ്, അല്ലേ? നമുക്ക് തള്ളി പറഞ്ഞ പത്രോസിനെ വന്ന് നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച് അവൻ്റെ ഹൃദയത്തിലുള്ള ദുഃഖത്തെയും കുറ്റബോധത്തെയും അവൻ്റെ എന്താ പറയുന്ന അവൻ്റെ ആ ബലമില്ലാത്തൊരവസ്ഥയെ മാറ്റിയിട്ട് അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് കയറിക്കണ്ട് ആ വ്യക്തിയെ നിർത്തുന്ന യേശുവിനെ കാണാം കേട്ടോ. പിന്നീടാണ് പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ ഈ പത്രോസ് ആരെ മാറി, വേറൊരു ലെവലിലേക്ക് മാറി. കാരണം ഇത് കർത്താവിന് കയറി കാണാനായിട്ട് പറ്റും. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചേ. ഇപ്പം യേശു കർത്താവ് ഈ പറയുന്ന ഒരു അനുഭവത്തിൽ പത്രോസിനെ കണ്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിട്ട് അവിടെയുള്ള മറ്റുള്ള യഹൂദന്മാരെ പോലെ ഒരു മീൻപിടുത്തക്കാരനായിട്ട് ഇങ്ങനെ പോവും, കുറ്റവും പറഞ്ഞ് ഇതും പറഞ്ഞ് പോവായിരുന്നു. ശരിയല്ലേ പറയുന്നത്? പക്ഷെ ഈ പത്രോസിനെ ആരായി മാറ്റി, അല്ലേ? ഈ പത്രോസ് ഈ ലേഖനം എഴുതത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ മഹത്വത്തെ വെളിപ്പെടുത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ സഭയുടെ സ്ഥാപനത്തിന് ഒരു വ്യക്തിയായിട്ട്, അല്ലേ, ഒരു ഫൗണ്ടേഷൻ ഇടുന്ന ഒരു അനുഭവത്തിലേക്ക് 3000 പേര് ഒറ്റ പ്രസംഗത്തിൽ സ്നാനപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക്, ദൈവസഭ സ്ഥാപിതമാകുന്ന ഒരു അനുഭവത്തിലേക്ക്, അല്ലെ, അധികാരത്തോടെ വചനം പറയുന്ന ഒരു അനുഭവത്തിലേക്ക് പത്രോസിനെ ദൈവം ഒരുക്കിയെടുത്തെങ്കിൽ ആണ് ആ സ്നേഹമാണ് നമ്മൾ കാണേണ്ടത്. ഈ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ഓരോ വ്യക്തികളെയും കർത്താവ് കാണുന്ന പോലെ കണ്ട് സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറണമെന്നോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മറ്റുള്ളവർ ഇടപെടണമെന്നോ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ ദൈവസ്നേഹത്തിൽ വളർന്നു വരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മളിൽ ദൈവസ്നേഹം ഉളവായി വരാൻ വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അയക്കുന്നത്. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് നമ്മളെ ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് ഒരുക്കിയെടുക്കും. ഇനി അടുത്തത് സ്നേഹം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വിശ്വാസത്തിലും കേട്ടോ. അപ്പോൾ ഈ വാക്കുണ്ട്, നടപ്പുണ്ട്, സ്നേഹമുണ്ട്, പക്ഷെ വിശ്വാസത്തിൽ ഇതൊന്നും സംഭവിക്കും. യോജനം പറയുന്നുണ്ടോ? വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി. വിശ്വാസത്തിൽ ഉറക്കണം നമ്മൾ. മനസ്സിലായോ? ഈ ശ്രദ്ധിക്കണം നിങ്ങൾ. വാക്ക്, നടപ്പ് ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ സ്നേഹത്തിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പെട്ടെന്ന് സംഭവിക്കുന്നത് വിശ്വാസത്തിൽ ത്യാഗം സംഭവിക്കും. മനസ്സിലായോ? അതുകൊണ്ട് കർത്താവ് പറയാം, വിശ്വാസ ത്യാഗിനികളായുള്ളവരെ മടങ്ങി വാ എന്ന് പറയുന്നത് അകത്താണ് നടക്കുന്നത്. വിശ്വാസത്തിൽ ത്യാഗം സംഭവിക്കുമ്പോൾ ഒരു ക്ഷീണം, തളർച്ച, മടുപ്പ്, താല്പര്യമില്ലായ്മ ഇതൊക്കെ കാണുമ്പോൾ കർത്താവ് പറയും, വിശ്വാസത്യാഗം എന്താ പറ്റിയത്? വിശ്വാസത്യാഗിനികളായുള്ള മടങ്ങി വാ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗത്തെ മാറ്റിത്തരാം. മനസ്സിലായോ? വിശ്വാസത്തിൽ ത്യാഗം, വിശ്വാസത്തിന്റെ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ, ക്ഷീണം വന്നു കഴിഞ്ഞാൽ എൻ്റെ തെളിവെന്താണെന്നറിയാവോ? നടപ്പിൽ മടുപ്പ്, ദൈവവചനത്തിനോടൊരു താല്പര്യമില്ലായ്മ, വചനം വായിക്കാനൊരു താല്പര്യമില്ലായ്മ, ദൈവവിഷയങ്ങളിൽ സമ്പന്നനാകാൻ ഒരു താല്പര്യമില്ലായ്മ, ഉള്ളിലൊരു അസ്വസ്ഥത, ആകെ ഒരു ക്ഷീണം, തളർച്ച, ഇങ്ങനെ
അതാണ് ഈ വിശ്വാസത്തിൽ ഒരു 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 ത്യാഗം സംഭവിച്ചിട്ടുണ്ട്. പിശാച് വന്ന് എന്തോ അല്ല, പിശാച് വരുന്നത് എന്തിനു വേണ്ടിയാ? മോഷ്ടിക്കാനാണ് വരുന്നത്. ഈ എന്ത് ചെയ്തു? വിശ്വാസത്തിന്റെ ആ പരിശോധനയിൽ സ്ഥിരത ഉളവാകേണ്ടതിന് പകരം അസ്ഥിരതയുണ്ടായി. അതിന് തക്കവണ്ണം പിശാച് എന്ത് ചെയ്തു? ചിലതൊക്കെ മോഷ്ടിച്ചു. കണ്ടോ? മോഷ്ടിപ്പാനും അറുക്കാനും മുടിക്കാനും നശിപ്പിക്കാനും കൊല്ലുവാനാണ് വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളോട് പറയുന്നത് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ഉറപ്പുള്ളവരായിരിക്കണം. പിശാച് വരും, പിശാച് കവർന്നെടുക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബലവാൻ അത് കോട്ട കാക്കുന്നത് പോലെ. മനസ്സിലായോ? കർത്താവ് നമുക്ക് അതിനുള്ള അധികാരം തന്നിട്ടുണ്ട്, അല്ലേ? അധികാരം തന്നിട്ടുണ്ടോ? നമ്മുടെ കഴിവുകൊണ്ട് പിശാചിൻ്റെ ഇത് ജയിക്കാൻ വല്ലതും പറ്റുമോ? ഇല്ല. പക്ഷെ കർത്താവ് നമുക്ക് അധികാരം, അല്ലേ? ഇത്തരം സുവിശേഷം എന്താ പറയുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അത് കർത്താവിനല്ലേ തന്നത്. അതൊന്നും നമുക്ക് തന്നെ പ്രയോജനം. ആകെ നിങ്ങൾ നമ്മളോട് പറയല്ലോ നമുക്ക് അധികാരം തന്നൊന്നും പറഞ്ഞില്ലല്ലോ അവിടെ. അപ്പം ഇനി നമുക്ക് അധികാരം ഉണ്ട്, നമുക്ക് അതിനറിയാം. പക്ഷെ അധികാരം നമുക്ക് അവിടെ തന്ന് സർവായുധവർഗം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ലൂക്കോസ് ചോദിച്ചാൽ 10:18 വായിച്ചേ. അവൻ അവനോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം അധികാരം കൂടി തന്നു പോ. നേരത്തെ അധികാരം കർത്താവിന് കിട്ടി. ഇപ്പൊ കർത്താവ് എന്ത് ചെയ്തു? പാമ്പുകളെയും തേളുകളെയും എന്ന് പറഞ്ഞ പിശാചിന്റെ ഈ അധികാരത്തെ കാണിക്കുന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു എന്നിട്ട് പറയാണ്, യാതൊന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തത്തില്ല. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? ആ അധികാരം നമുക്ക് തന്നിരിക്കുക. ഈ അധികാരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഓരോ ദിവസവും വർദ്ധിച്ചു വരേണ്ടത്. നമ്മൾ വിചാരിക്കും ഇത് പാമ്പുകളും തേളുകളും എന്ന് പറഞ്ഞാൽ പുറത്തുള്ള എല്ലാവരും പോയിട്ട് അല്ല. നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന പല ശക്തികളുണ്ട്. നമ്മളുടെ ചിന്തകളിൽ, നമ്മളുടെ ന്യൂറോൺസ് എന്ന് പറയും, അല്ലെ? നമ്മളുടെ ചിന്തകളിൽ പലതും നിയന്ത്രിക്കുന്ന ഒരു സംഭവമുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മൊബൈലിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഫയൽ നമ്മൾ ഡിലീറ്റ് ചെയ്തു, അല്ലേ? ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചു, അത് പോയി. നമ്മൾ നോക്കുമ്പോൾ പോയി. പക്ഷെ അത് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അതെവിടെ കിടപ്പുണ്ട്? അത് എവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മൾ നോക്കുമ്പോൾ അറിയില്ല, ഡിലീറ്റ് ചെയ്തില്ല, പിന്നെ ഇതിന്ന് സ്ഥലം എപ്പോഴും ഇല്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ സ്ഥലത്ത് ചെന്ന് അതിനെ കണ്ട് ആ ഡിലീറ്റ് ചെയ്ത സംഭവങ്ങളെല്ലാം എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും അതിൽ നിന്നും പോകത്തക്ക രീതിയിൽ അത് നമ്മൾ ഇത് തന്നെയാണ് നമ്മളൊരു കാര്യം കണ്ടു, നമ്മൾ ഏറ്റു പറഞ്ഞു, പക്ഷെ ഇത് പോയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ന്യൂറോൺസിൽ ഇത് കിടപ്പുണ്ട്. പിടികിട്ടുന്നുണ്ടോ? അവിടെ നിന്ന് ഇതിനെന്ത് ചെയ്യണം? ഏറ്റവും ന്യൂറോൺസ് പറഞ്ഞാൽ നമ്മളുടെ ഈ തലയിൽ ഒരു സ്ഥലത്ത് ഇതെല്ലാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പം ഇതിനെ നമ്മൾ ദൈവസന്നിധിയിൽ അതിനെ ഏറ്റുപറഞ്ഞ് അതിനെ നിയന്ത്രിക്കുന്ന ആ ശക്തിയിൽ നിന്ന് അതിനെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ ചിന്താമണ്ഡലങ്ങളെ വിശുദ്ധീകരിക്കണം. കർത്താവ് ഇതിൻ്റെ വചനം, എന്നിട്ടാണ് അവിടെയാണ് സത്യവും നീതിയും ഘനവും സൽകീർത്തിയും പുകഴ്ചയും മാനുമായ ദൈവവചനം ചിന്തിക്കണം എന്ന് പറയുന്നത്. നമ്മൾ മറ്റു പലതും ചിന്തിച്ചപ്പോൾ ആ ചിന്തകൾ പിശാച് ഏറ്റെടുത്തിട്ട് പല മേഖലകളെയും കൺട്രോൾ ചെയ്തപ്പോൾ നമ്മളിപ്പോൾ അതിനൊക്കെ മാറ്റി ദൈവഹിതപ്രകാരമുള്ള ചിന്തയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ പറയാണ്, കണ്ടോ, സ്നേഹത്തിലും വിശ്വാസത്തിലും. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയങ്ങൾ. എന്താ ആശിക്കുന്നത്? വിശ്വാസത്തിന്റെ പിതാവ് ആരാണ് ബൈബിളിൽ? അബ്രഹാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വിശ്വാസം എന്താണെന്ന് പറയുമ്പോൾ ഈ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പറയുന്നതിനെ നമ്മൾ നോക്കിയാൽ മതി. എബ്രായ ലേഖനത്തിൽ പറയാണ് എന്താ വിശ്വാസം എന്ന് പറയുന്നത്? അബ്രഹാം പറയാണ്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു ദൈവ നഗരത്തിനായി അവൻ കാത്തിരുന്നു. മാത്രമല്ല വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനം ഉള്ളതുമായ ഒരു ദൈവ നഗരത്തിനായി കാത്തിരുന്നു എന്ന് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പറയാം. ഞാൻ പറഞ്ഞതല്ല, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എന്ന് ദൈവമാണ് പറയുന്നത്. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവം പറയാണ്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. എന്നിട്ട് എന്താ പറഞ്ഞേ? അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അപ്പോ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ മഹാസമ്പന്നനായിരുന്നെങ്കിലും അവൻ ഈ ജീവിതയാത്രയിൽ കണ്ടു ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്,
നിലനിൽക്കുന്ന ഒന്ന് ദൈവം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്ന് അബ്രഹാമിന് മനസ്സിലാകുകയും അബ്രഹാം തൻ്റെ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കുകയും അവരും ഈ ഒരു വെളിപ്പാടിൽ ജീവിച്ചു. മനസ്സിലായോ? ഇന്ന് നമ്മളിത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പറയാ വിശ്വാസത്തിലും ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഈ കാണുന്ന തീക്കായി ചുട്ടഴിയുവാനുള്ള ഈ ലോകത്തിൻ്റെ നൈമിഷികമായിട്ടുള്ള മോഹങ്ങളിൽ നടന്ന് ഈയാമ്പലുകൾ തീയിലേക്ക് വിളക്കിൻ്റെ അടുക്കിലേക്ക് വന്ന് കത്തി നശിച്ചു പോകുന്ന പോലെ നശിച്ചു പോകുകയല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? നമ്മൾ കർത്താവിനോട് ചേർന്ന് നടന്ന് വിശ്വാസത്തിൽ ഉറപ്പുള്ളവർ, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവർ, വിശ്വാസത്തിൽ മടുത്തു പോകാത്തവരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസം പറഞ്ഞു. ഇനി ഇങ്ങനെ വിശ്വാസത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ അടുത്ത വാക്ക് പറയാണ് നിർമ്മലത. പലപ്പോഴും വിശ്വാസത്തിൽ വളർന്നു വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് എന്ത്? നിർമ്മലത ഉണ്ടാവത്തില്ല പലപ്പോഴും. എന്താ കാരണം? പലപ്പോഴും നമ്മൾ ഈ വചനത്തിനോട് കൂട്ടാനും കുറയ്ക്കാനും തുടങ്ങും. വചനത്തിനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്തുണ്ടാവത്തില്ല? വിശുദ്ധി ഉണ്ടാവത്തില്ല, നിർമ്മലത ഉണ്ടാവത്തില്ല, അനുഗ്രഹങ്ങളും ഉണ്ടാവത്തില്ല. അനുഗ്രഹങ്ങളും ഉണ്ടാവത്തില്ല. വചനത്തിനോട് കൂട്ടുന്ന ഒരു വ്യക്തിക്ക് ഈ അനുഗ്രഹം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന അനുഗ്രഹത്തിലേക്ക് പോകണം. അങ്ങനെയില്ലാത്ത അനുഗ്രഹങ്ങൾ കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. മനസ്സിലായോ? അവിടെ ഒരു വാക്യം പറയുന്നുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 26, അതിൻ്റെ അവസാന പാർട്ട്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹം വേണം. പക്ഷെ ഈ ഒരു പരിപാടിക്ക് ആർക്കും താല്പര്യവും ഇല്ല. ആളുകൾക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളല്ല വേണ്ടത്, ഇപ്പോഴുള്ള പെട്ടെന്നുള്ള വിടുതല വേണ്ട. ആ അനുഗ്രഹമല്ല ഇവിടെ പറയുന്നത്. നോക്കിയേ, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിനെ നമുക്ക് ദൈവം തന്നു. എന്നിട്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും എന്താ സംഭവിക്കുന്നത്? എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ, ശ്രദ്ധിക്കണേ, ഓരോരുത്തനെ. അപ്പൊ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളെയും, അതുകൊണ്ടാണ് ഓരോരുത്തരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു വാക്യം, ഒരു ഇത് പേജ് ബാക്കിലോട്ട് പറിച്ചേ. അതിന്റെ ഇതിപ്പോ 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യമല്ല നമ്മൾ വായിച്ചത്. 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യം ഒന്ന് വായിച്ചേ. 47. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കാണോ, രക്ഷിക്കപ്പെടുന്നവരെ ഓരോരുത്തരെയാണ്, എല്ലാവരും കൂടി അല്ല. കാണോ, രക്ഷിക്കപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും ഇൻഡിവിജ്വൽ ആയിട്ട്. രക്ഷ എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾ വ്യക്തിപരമായിട്ട് ദൈവത്തോട് ചേരേണ്ട ഒരു കാര്യം, അല്ലാതെ കുടുംബമായിട്ട് ഒരുമിച്ച് വന്ന് ഇതാവുന്ന ഒരു കാര്യമല്ല. കുടുംബമായിട്ട് ഒരുമിച്ച് വരാം, പക്ഷെ വ്യക്തിപരമായിട്ടുള്ള രക്ഷ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ടുള്ള സമർപ്പണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ എന്തുണ്ടാവത്തുള്ളൂ? ഇതുണ്ടാവത്തുള്ളൂ. മനസ്സിലായോ? 38-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഓരോരുത്തർക്ക് ദാനം തരുന്നത്. എന്തിനാ പരിശുദ്ധാത്മാവെന്ന ദാനം തരുന്നത്? നിങ്ങൾ ഓരോരുത്തർ മാനസാന്തരപ്പെടണം, ഓരോരുത്തൻ പാപത്തിന്റെ മോചനത്തിനായി യേശുവിന്റെ അടുക്കിലേക്ക് വരണം, ഓരോരുത്തരും യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെടണം. അങ്ങനെ സ്നാനപ്പെടുന്ന ഓരോ വ്യക്തിക്കും ദൈവം പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തെ നൽകുകയാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവനെ അകൃത്യത്തിൽ നിന്നും തിരിക്കും. ഇത് മറന്നുപോകരുത്. അകൃത്യത്തിൽ നിന്നും തിരിയാത്ത ഒരു വ്യക്തിക്കും നിലനിൽക്കുന്ന അനുഗ്രഹം ഉണ്ടാവത്തില്ല. അകൃത്യത്തിൽ നിന്നും തിരിയുന്ന വ്യക്തിക്കാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരും മെറ്റീരിയൽ ബ്ലെസ്സിങ് നോക്കുക. മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന് മാത്രമല്ല അനുഗ്രഹം എന്ന് പറയുന്നത്, നമ്മൾ നിലനിൽക്കുന്ന അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഓരോ അകൃത്യത്തിൽ, ഈ അകൃത്യത്തിന്റെ ഇതാണ് ഞാൻ ഈ ന്യൂറോൺസ് എന്ന് പറഞ്ഞത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഓരോ ചിന്തകളിലും മറഞ്ഞിരിക്കുന്ന പല സംഭവങ്ങളും നമ്മൾ അകൃത്യത്തിൽ നിന്നും തിരിക്കത്തില്ല. പക്ഷെ വചനത്തിന്റെ കേൾവിയും ഓരോ കാര്യത്തെ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തി തരുമ്പോൾ, ഈ പരിശുദ്ധാത്മ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി തരുമ്പോൾ ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം മറഞ്ഞു കിടപ്പുണ്ടാവും. ആ മറഞ്ഞു കിടക്കുന്നതാണ് ഈ ന്യൂറോൺസിൽ കിടക്കുന്നത്. അത് നമ്മളെ പരിശുദ്ധാത്മാവ് ഒരു സാഹചര്യം നടുവിൽ പ്രഷറിലേക്ക് കൂടി പോകുമ്പോൾ ഇത് ഓർക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു അകൃത്യത്താൽ വന്നിരിക്കുന്ന ഒരു സംഭവമായിരിക്കാം. അതിന് ഞാൻ എന്ത് ചെയ്യണം?
അതിനെ ഏറ്റുപറയണം, അതിനെ ക്ലിയർ ചെയ്യണം, അതിനെ നമ്മൾ ശാസിക്കണം. അത് ഇരുട്ടിൻ്റെ പ്രമാണമാണ്. അതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതിന് പിന്നിൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാക്കളുണ്ട്. അതിനെ നമ്മൾ തള്ളിപ്പറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവികമായിട്ടുള്ള ജീവനാൽ നിറയപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ അനുഗ്രഹങ്ങളിലേക്ക്, ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, അതൊക്കെ പലതും ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയാം, അവനവനെ അകൃത്യങ്ങളിൽ നിന്നും തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവൻ അയച്ചിരിക്കുന്നു. കേട്ടോ, അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ വേണ്ടിയിട്ട് യേശു കർത്താവിനെ അയച്ചിരിക്കുന്നു. അതിനൊരു പ്രത്യേകമായിട്ട് അനുഗ്രഹമല്ല, അത് ആദ്യം ലഭിക്കുന്നത് ആത്മാവിലാണ്. ആ ആത്മാവിലെ അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിനെ പുതുക്കും. ആത്മാവ്, ആത്മീയം, മാനസികം, ശാരീരികം, ഭൗതികം. കേട്ടോ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. അതിൻ്റെ ഓരോരോ കൃത്യമായ വചനത്തിൻ്റെ അനുസരണത്തിലേക്ക് വരുമ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടും. ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ മനസ്സ് പുതുങ്ങും. മനസ്സ് പുതുങ്ങുമ്പോൾ ശരീരം വീണ്ടെടുപ്പാകുന്ന തേജസ്സിലേക്ക് നയിക്കപ്പെടും. അങ്ങനെ ഓരോരോ വചനത്തിൻ്റെ അനുസരണവും ആ വ്യക്തിയെ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് നയിക്കും. ദൈവ അനുഗ്രഹങ്ങൾക്ക് എതിരൊന്നുമല്ല, എല്ലാ നന്മകളും ധാരാളമായി അനുഭവിക്കാൻ തരുന്നതിനൊക്കെ. അപ്പം അതിന് കൃത്യമായിട്ടുള്ള അനുസരണം തുടർമാനമായിട്ട് വരാത്തത് കൊണ്ടാണ് പലർക്കും എന്ത് ചെയ്യാത്തത്, അനുഗ്രഹങ്ങൾ ലഭിക്കാത്തത്. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസമൊക്കെ പലതും അനുസരിക്കും. പക്ഷേ പിന്നീട് വരുമ്പോൾ ഹൃദയം കഠിനപ്പെടുത്തും പിശാച്. ഹൃദയം കഠിനപ്പെടുത്തുമ്പോൾ ആ വചനത്തിൻ്റെ തുടർമായമായിട്ടുള്ള അനുസരണം ഇല്ലാത്തത് കൊണ്ട് പലവിധമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യും എന്ന് പോകും. അതുകൊണ്ട് ഇവിടെ പറയാണ്, നിങ്ങളെ ഓരോരുത്തരെ നിങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്നും തിരിക്കേണ്ടതിന്. അപ്പം അകൃത്യങ്ങളിൽ നിന്നും തിരിയുമ്പോൾ അപ്പം ഒത്തിരി അകൃത്യങ്ങൾ കിടപ്പുണ്ട് നമ്മുടെ ഉള്ളിൽ. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ഓർമ്മപ്പെടുത്തി അതിനെ നീക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. അത് നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പുള്ള വ്യക്തിത്വങ്ങളായിട്ട്, നിത്യ തേജസ്സിന്റെ പ്രകാശനത്തിൽ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമ്മളെ മാറ്റും. ഇനി വിശ്വാസത്തിൽ അടുത്തത് നിർമ്മലതയിൽ. നിർമ്മലത നമ്മൾ പറഞ്ഞത്, നിർമ്മലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അകൃത്യത്തിൽ നിന്നും തിരിയുമ്പോഴാണ് എന്തുണ്ടാവുന്ന ഒരു വ്യക്തിക്ക് നിർമ്മലത ഉണ്ടാകുന്നത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും നിങ്ങളെ തന്നെ ഇതിനെയാണ് ഈ അകൃത്യത്തിൽ നിന്ന് തിരിയാന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണ് ഞങ്ങളെ തന്നെ നിർമ്മലീകരിക്കേണ്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വചനത്തിന് വിരുദ്ധമായ ഓരോ കാര്യങ്ങളും, ഓരോ ചിന്തകളും നമ്മൾ തിരിയണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മളൊരു ഒരു എഞ്ചിനീയർ, നല്ലൊരു എഞ്ചിനീയർ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു കെട്ടിടമാണ് അല്ലേ, ആ ഒരു കെട്ടിടം പണിയുമ്പോൾ അതിന് എത്ര കൃത്യതയോടുകൂടിയാണ് അതിൻ്റെ എഞ്ചിനീയറിങ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു കല്ല് പോലും എന്ത് ചെയ്യുന്നില്ല, ഒരു മാറ്റം, ഒരു ഇഞ്ച് പോലും മാറ്റാതെ, ഒരു ഇതുപോലും മാറ്റാതെ, ഇത്രയും വലിയ കെട്ടിടമല്ലോ, ഒന്ന് ഇച്ചിരി മാറി തന്നെ കുഴപ്പമൊന്നുമില്ല, അത്രയും കൃത്യതയോടുകൂടെ അതിൻ്റെ എഞ്ചിനീയറിങ് എല്ലാം കൃത്യതയോടുകൂടെ നിറവേറ്റിയത് കൊണ്ടാണ് ഇന്നത് ഏറ്റവും ഉയർന്ന ഒരു കെട്ടിടമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഓരോ കാര്യത്തിലും ഇപ്പോൾ ലോകത്ത് ഏറ്റവും സ്പീഡിൽ ഓടുന്ന പല ബുള്ളറ്റ് ട്രെയിനുകളുണ്ട് അല്ലേ. അതൊക്കെ അതിൻ്റെ എഞ്ചിനീയറിംഗ് ഒക്കെ എത്രയോ കൃത്യതയോടുകൂടി 350 കിലോമീറ്ററിലും 450 കിലോമീറ്റർ സ്പീഡിൽ ഓടുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ ആ വെള്ളം അനങ്ങുന്ന പോലുമില്ല, അത്രയും കൃത്യതയോടുകൂടി അത് ചെയ്യുമ്പോൾ അതിനെല്ലാം എന്ത് കൃത്യതയോടുകൂടി അവർ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതിലെന്തെങ്കിലും കൂട്ടുന്നുണ്ടോ അവർ? ഇത് ചെയ്യുന്ന പണിക്കാരും അല്ലാതെ കുഴപ്പമില്ല, സാരിലെന്ത്. അപ്പം എല്ലാ കാര്യത്തിലും കൃത്യതയുണ്ട്, ലോകത്ത് എല്ലാ കാര്യത്തിലും കൃത്യതയുണ്ട്. ഒരു നല്ല ഷെഫ് ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്ത് കൃത്യതയോടുകൂടിയാണ് ചെയ്യുന്നത് അല്ലേ. എല്ലാം കൃത്യതയോടുകൂടി ചെയ്യുമ്പോൾ ഏറ്റവും രുചികരമായ ഒരു ഭക്ഷണം ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ദൈവവചനത്തിന്റെ അനുസരണത്തിലേക്ക് വരുമ്പോൾ മാത്രം ആളുകൾക്ക് ഈ തുടർമാനമായിട്ട് അനുസരിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് അതിന് മടുപ്പ് വരുന്നു? എന്തുകൊണ്ട് അതിനോട് താല്പര്യമില്ല? എന്തുകൊണ്ട് വചനത്തിനോട് കൂട്ടുന്നു? എന്തുകൊണ്ട് കുറയ്ക്കുന്നു? ഏറ്റവും അധികമായിട്ട് നമ്മൾ അനുസരിക്കുകയും കൃത്യതയിലേക്ക് വരികയും ചെയ്യേണ്ട ഒന്നാണ് ദൈവവചനത്തിന്റെ അനുസരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന് ആഗ്രഹം പോലും ഇല്ലെന്ന് ആളുകൾക്ക്. കാരണം അങ്ങനെ പറയാനായിട്ട് പോലും ആളുകളില്ല. പക്ഷെ ഈ നാളുകളിൽ എല്ലാവരും, നിങ്ങളെല്ലാവരും, കേൾക്കുന്ന എല്ലാവരും ഈ ഒരു അനുഭവത്തിലേക്ക് കടന്ന് വരണമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് ആഗ്രഹിക്കുന്നത്. നീ എൻ്റെ വചനത്തിനോട് കൂട്ടല്ലേ, നീ എൻ്റെ വചനത്തിനോട് കുറയ്ക്കല്ലേ, നീ വചനമായി തീരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവട്ടെ. അതാ കർത്താവ് എന്ത് ചെയ്യുന്നത് ഈ നാളുകളിൽ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അവരുടെ വിശ്വാസത്തിലും നിർമ്മലതയിലും, കേട്ടോ, അടുത്തെന്താണ്? നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. കണ്ടോ, മറ്റുള്ളവർക്ക് മാതൃകയുള്ള ജീവിതം നയിക്കണം. നമ്മൾ നോക്കിയോണ്ട് മറ്റുള്ളവർക്ക് പറയാൻ പറ്റുമോ അതെ ഈ വ്യക്തി ദൈവവചന പ്രകാരമാണ് ജീവിക്കുന്നത്? അതുകൊണ്ടാണ് തീത്തോസിന്റെ ലേഖനത്തിൽ പറഞ്ഞു. എന്താ തീത്തോസിന്റെ ലേഖനത്തിൽ പറഞ്ഞു? തീത്തോസിന്റെ ലേഖനത്തിൽ എന്തെങ്കിലും പറഞ്ഞു? അതിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചു. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന്
സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. അപ്പൊ ഈ മാതൃക തന്നെയാണ് അവിടെ പറഞ്ഞ മാതൃക കറക്റ്റ് ആണെങ്കിൽ ഇവിടെ അങ്ങനെയല്ലേ പറഞ്ഞത്, നിർമ്മലത്തിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. മാതൃക ഇല്ലെങ്കിൽ എന്ത് പറയും? ആര് പറയും? വിരോധി തിന്മ കളവായി പറയും. വിരോധിയെ സംബന്ധിച്ചിടത്തോളം വിരോധി നോക്കിക്കൊണ്ടിരിക്കുക. പ്രതിയോഗി, വിരോധി, അപവാദി എന്നൊക്കെ പറഞ്ഞ് കുറെ ആത്മാക്കളുണ്ട്. ഇവർ നോക്കിക്കൊണ്ടിരിക്കുക ഏതിലാണ് നിന്നെ കുറിച്ച് കുറ്റം പറയാനായിട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ത്? അങ്ങനെ ഒരു കുറ്റം പറയുവാൻ ഇട കൊടുക്കാത്ത ഒരു ജീവിതം നമ്മൾ ചെയ്യുക. അതാണ് പറഞ്ഞത്, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയുവാൻ. നോക്കിയാൽ നിങ്ങൾ, ഒരു തിന്മയും പറയുവാൻ, കേട്ടോ, ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന്. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആര് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും ചോദിച്ചില്ലേ? നിങ്ങൾ ആരെന്നെ പാപത്തെ, നിങ്ങൾ പറയാം ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. ആ ഒരു പ്രാഗൽഭ്യത്തിലേക്കാണ് ദൈവം നമ്മളെയും. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ വെള്ളിയോ പൊന്നോ എന്തെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ഞാൻ മോഹിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കൗശല്യത്താൽ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല്യ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ? പൗലോസ് ചോദിക്കുന്നില്ലേ? അപ്പൊ ഇതേ പ്രാഗൽഭ്യത്തിലേക്കാണ് ദൈവം നമ്മളെ നയിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസ്സാക്ഷിയുള്ള ഒരു വ്യക്തിത്വങ്ങളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് പറയുന്നത്, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും. നമ്മളെല്ലാവരും പറയുന്നത് എന്നെ നോക്കണ്ടെന്ന്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, നിന്നെ തന്നെ എന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കണ്ടോ. ഉപദേശത്തിൽ നിർമ്മലത ഇവിടെയും വന്നു. ഇതേ പൗലോസിനെ എഴുതിയാണ് തീത്തോസിനെ, നേരത്തെ എഴുതിയ തിമോത്തിയോസിന്. അത് രണ്ട് യൗവനക്കാരാണ്. തീത്തോസിനെ എഴുതിയിരിക്കും പറയാം, കണ്ടോ, ഉപദേശത്തിൽ നിർമ്മലത, ഗൗരവം, ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനം. എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ, വചനത്തെ നമ്മുടേതായ ഒരു ശൈലിയിൽ കയറ്റി അതിനെന്ത് ചെയ്യരുത്, ഒരു ആക്ഷേപമാക്കി. ഇന്ന് പല പാസ്റ്റർമാരും വചനം പറയുന്നുണ്ടെങ്കിലും അതിനൊരു ആക്ഷേപഹാസ്യമാക്കിയിട്ടാണ് പറയുന്നത്. കണ്ടിട്ടില്ലേ പലരും പറയുന്നത്? ഇവിടെ കണ്ടോ, ഇവിടെ നോക്കിയേ, കണ്ടോ, ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനം ഉള്ളവന്, കണ്ടോ, ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനം പറഞ്ഞാൽ വചനം കൃത്യതയോടുകൂടെ പറയുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തികൾക്ക് അത് കൃത്യതയോടുകൂടെ മനസ്സിലായി വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ നീക്കിക്കളയാനായിട്ട്. പത്യവചനം അല്ലേ? നമ്മൾ ചില ഈ ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കാൻ പോകുമ്പോൾ അവർ പറയും പഥ്യം നോക്കണം എന്ന് പറയും. ദൈവത്തിന്റെ വചനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ചിലത് വർജിക്കേണ്ടതായിട്ട് വരും, രണ്ടും കൂടി ചേർന്ന് പോകത്തില്ല. ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനം, മനസ്സിലായോ? അപ്പൊ ചിലതിന് നീക്കിക്കളഞ്ഞില്ലെങ്കിൽ ഈ വചനം അതിന്റെ ക്രിയ ചെയ്തില്ല, അത് മറ്റുള്ളവർക്ക് പിശാചിന് അവസരം കിട്ടുന്ന തലത്തിലേക്ക് പോകും. അപ്പോൾ നമ്മളോട് പറയാണ്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസികൾക്കും നിർമ്മലത്തിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. മനസ്സിലായോ? അതേ പുസ്തകത്തിന്റെ 1 തിമോത്തി 3:9 ഒന്ന് വായിച്ചേ. 9. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ച് കൊള്ളുന്നവർ ആയിരിക്കണം. അതിന് 3:1 തൊട്ടാണ് ഇനി കറക്റ്റായിട്ട് ഈ ശുശ്രൂഷന്മാരെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയാ, ഈ ശുശ്രൂഷകന്മാരെ വിശ്വാസത്തിന്റെ മർമ്മം, വിശ്വാസത്തിന് ഒരു മർമ്മമുണ്ട്. മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിൽ ഒത്തിരി മർമ്മങ്ങളുണ്ട് അല്ലേ? ഇതെന്താ മർമ്മം? ഇത് കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഉണ്ട്, അതെ അല്ലേ? അപ്പൊ വിശ്വാസത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഒരു ദൈവം നഗരമുണ്ട്, അത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? കർത്താവ് സ്വർഗത്തിൽ നിന്നും വരും, നമ്മൾ ചേർപ്പാൻ വരും, ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? കർത്താവ് നമുക്കൊരു പുതിയ ആകാശം പുതിയ ഭൂമി ഒരുക്കിയിരിക്കുന്നു, കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നമുക്ക് രക്ഷ പ്രാപിക്കുന്നവർക്ക് സേവാത്മാക്കളായി സ്വർഗീയ ദൂതന്റെ സാന്നിധ്യവും കാവലും ഉണ്ട്, കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് വിശ്വാസത്തിന് ഒരു മർമ്മമുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കിയ ഒരു വ്യക്തി അതിനനുസരണമായി ജീവിക്കും. അതാണ് വിശ്വാസത്തിന്റെ മർമ്മം. ശുദ്ധ മനസാക്ഷിയിൽ, കണ്ടോ, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ഇവിടെ അതേ കാര്യം തന്നെയാണ്. ശുദ്ധ മനസാക്ഷിയുണ്ട്, ദുർമനസാക്ഷിയുണ്ട്. മനസ്സിലായി? ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് അകൃത്യങ്ങളിൽ നിന്നും തിരിയുന്ന ഒരു വ്യക്തിയുടെ മനസാക്ഷി എന്തായിട്ട് തീരും? ശുദ്ധ മനസാക്ഷിയായി തീരും. കള്ളത്തരങ്ങൾ മാറിപ്പോകും, വ്യാജങ്ങൾ മാറിപ്പോകും. കാരണം ഈ കള്ളത്തരങ്ങളും വ്യാജവും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അകത്ത് അശുദ്ധാത്മാക്കളും ഭൂതാത്മാക്കളും കയറിയിരിക്കും. പ്രാഗൽഭ്യം ഉണ്ടാവില്ല നിൽക്കാനായിട്ട് ദൈവസന്നിധിയിൽ. കാരണം ഇത് മനുഷ്യരെ പറ്റിക്കാം, ദൈവത്തെ പറ്റിക്കാൻ പറ്റുമോ?
അവന്റെ കണ്ണിന് മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമാണ്. അപ്പോൾ ആ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കണമെങ്കിൽ മനസാക്ഷി എങ്ങനെയുള്ളതായിരിക്കണം? ശുദ്ധ മനസാക്ഷി. കണ്ടോ, ശുദ്ധ മനസാക്ഷി. വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷി വെച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ ഈ നിത്യതയെ പ്രാപിക്കാനായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നതെങ്കിൽ അതിന് നിരക്കാത്തൊന്നും ഞാൻ ചെയ്യത്തില്ല. അതാണ് പറഞ്ഞ അർത്ഥം എന്ന് പറയാം. അതിൽ നയിക്കപ്പെടണം നമ്മൾ. പിടിയിടുന്നുണ്ടോ? 3:1 വായിച്ചേ. അവർക്ക് വേണ്ട ക്വാളിറ്റിയെ കുറിച്ച് പറയുന്ന സംഭവങ്ങൾ 1 തിമോത്തി 3:1 വായിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് വേഗം നിർത്താം. 2-3 വേഗത്തിൽ വായിച്ചേ. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നു. ഇനിയിപ്പോ ഒരു ശുശ്രൂഷകൻ അവന് ഒരു ശുശ്രൂഷയുടെ തലപ്പത്തേക്ക് വരണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണെന്ന് വെക്കുക. ഇന്നത്തെ പോലെ ഇപ്പൊ 3 വർഷം പഠിച്ച് എന്തെങ്കിലും ഒരു ഇതും പിടിച്ച് ഇറങ്ങുന്ന ഒരു പരിപാടിയല്ല. എന്നിട്ട് അതിനു വേണ്ടി അടികൂടുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ദൈവനാമം ദൂഷിക്കപ്പെടുന്നത് അങ്ങനെയല്ല അധ്യക്ഷനാവുന്നത്. അധ്യക്ഷസ്ഥാനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ദൈവഹിതപ്രകാരം ഉള്ളതാണെങ്കിൽ ദൈവസന്നിധി അവൻ സറണ്ടർ ചെയ്യും. എന്നിട്ട് അധ്യക്ഷന്റെ ക്വാളിറ്റി പറയുന്നത് നല്ല അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസ യോഗ്യമാണ്. ഈ പറഞ്ഞതിന് അർത്ഥം എന്നാൽ അധ്യക്ഷഗാനം കാംക്ഷിക്കാന്ന് പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തെ ഒരുക്കുവാനായിട്ട് അവന്റെ ഹൃദയത്തിലൊരാഗ്രഹം, കർത്താവെ ഞങ്ങളുടെ വരവിന് വേണ്ടിയിട്ട് ഒരു കൂട്ടത്തെ ഒരുക്കണമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ എന്നായി പറഞ്ഞാൽ അർത്ഥം. അല്ലാതെ ഇന്ന് നമ്മൾ കാണുന്ന അധ്യക്ഷന്റെ കാര്യമല്ല പറയുന്നത്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രസ്ഥാനങ്ങളുടെയും മുൻപന്തിയിലിരിക്കുന്ന അധ്യക്ഷന്മാർ കാണിച്ചു കൂട്ടുന്ന പരിപാടിയല്ല പറയുന്നത്. മറിച്ച് ഇത് ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയെ കൃത്യതയോടുകൂടെ ചെയ്യുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അതാണ് പറയുന്നത് കേട്ടോ. വായിച്ചോട്ടെ. വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ അധ്യക്ഷന് ഉണ്ടാവേണ്ട ഫസ്റ്റ് ക്വാളിറ്റിയാണ് അവൻ നിരപവാദ്യനായിരിക്കണം. അവനെ കുറിച്ച് ആരും ഒരു അപവാദം പറയുന്നവനായിരിക്കരുത് കേട്ടോ. നിരപവാദ്യൻ, ഒന്നാമത്തെ ക്വാളിറ്റി നിരപവാദ്യനായിരിക്കണം. അടുത്ത് ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇപ്പൊ നിൽക്കുക. ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഇലക്ഷനിൽ പറയുന്ന കുറെ സംഭവങ്ങളുണ്ട്. അവർക്ക് എന്തുണ്ടാകാൻ പാടില്ല? കേസ് ഉണ്ടാകാൻ പാടില്ല. കേസ് ഉണ്ടായി നിൽക്കാൻ പറ്റില്ല. അതിനാണ് പറയുന്നത് കുറച്ച് കേസാണ്, കുഴപ്പമില്ല ഞാൻ നിന്നോളാം. അപ്പൊ ഈ ലോകപരമായിട്ട് അത് ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവം നിയോഗിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി പറയുകയാണ് അവൻ നിരപവാദ്യനായിരിക്കണം. അവനെ കുറിച്ച് ആരും ഒരു അപവാദം പറയാൻ ഇടവരരുത്. അടുത്തത് ഏക ഭാര്യയുടെ ഭർത്താവും. അപ്പൊ അവൻ കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ച അവനൊരു ഭാര്യ ഉണ്ടാവണം. ഏക ഭാര്യ, ഒന്നിലധികം ഭാര്യമാരെടുക്കാൻ പറ്റില്ല. ഏക ഭാര്യയുടെ ഭർത്താവ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ വിഭാഗത്തിലെ പല സംഭവങ്ങളിലും വിവാഹം കഴിക്കരുത്, കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് വചനത്തിന്റെ ലംഘനമാണ്. അവിടെ വേറെ ഭാഗത്ത് പറയുന്നുണ്ട് അവർ വിവാഹം വിലക്കും കേട്ടോ. അപ്പൊ ഇവിടെ പറയാണ് അവൾ ഏക ഭാര്യയുടെ ഭർത്താവ്. അടുത്തത് നിർമ്മതൻ എന്ന് പറഞ്ഞാൽ ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് മതമിളകിയ ആനയെ പോലെയുള്ള സ്വഭാവമുള്ളവരല്ലെന്ന് കേട്ടോ. നിർമ്മതൻ. അടുത്തത് ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ കഴിവുള്ളവൻ. അവന്റെ നോട്ടം, അവന്റെ കേൾവി, അവന്റെ നടപ്പ് അതൊക്കെ ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു അനുഭവത്തിലായിരിക്കണം കേട്ടോ. ഇന്ദ്രിയം കേട്ടോ. ജിതേന്ദ്രിയൻ, ഇന്ദ്രിയങ്ങളെ ജയിക്കുന്ന ഒരു സ്വഭാവമുള്ളവൻ. അടുത്ത് സുശീലനും. സുശീലൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം തന്നെ. അടുത്ത് അതിഥിപ്രിയനും. അതിഥിപ്രിയൻ എന്ന് പറഞ്ഞാൽ അതിഥികളെ സൽക്കരിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം. അല്ല നമ്മള് സൽക്കാരം പോയി ഇപ്പൊ എന്നുള്ള ശുശ്രൂഷകന്മാർക്ക് ചെന്ന് മറ്റുള്ള വീടുകളിൽ പോയിട്ട് സൽക്കാരങ്ങൾ ഇങ്ങനെ കഴിക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ അവരെ വീട്ടിലോട്ട് ആരും അടുപ്പിക്കത്തുമില്ല, വന്ന ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കത്തുമില്ല. അങ്ങനെയല്ല. കാരണം അതിഥിപ്രിയനായിരിക്കണം. കാരണം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ അത് സ്നേഹത്തിൽ കൊടുക്കുന്ന അതിഥിപ്രിയനായിരിക്കണം. അങ്ങനെ ഓരോ യേശുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി. യേശു കർത്താവ് അതിഥിപ്രിയനായിരുന്നല്ലോ. യേശു കർത്താവ് ഓരോ സമയങ്ങളിലും അല്ലെ യേശുവിന്റെ കൂടെ വചനം കേൾക്കാൻ വന്നവർ മടങ്ങിപ്പോകുന്ന സമയത്ത് കർത്താവ് ശിശുമാരോട് പറയുന്ന കാര്യം എന്താ? അവർ 2 ദിവസം എൻ്റെ കൂടെ വന്ന് വചനം ഇരിക്കുന്നത്. അവർ മടങ്ങി പോകുമ്പോൾ അവർ ക്ഷീണിച്ച് തളർന്നു. നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള കാര്യം നോക്ക് അല്ലേ. ഈ വല പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് മീനൊന്നും കിട്ടാതെ വരുന്ന ഈ പത്രോസും കൂടെയുള്ളവരൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടി കനലിൽ ചുട്ട അപ്പവും മീനും വെച്ച് വെച്ചൊടിക്കുന്ന ഇതൊക്കെ ഒരു ഹൃദയത്തിന്റെ ഭാഷയാണ്. അതൊക്കെ ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അവൻ അതിഥിപ്രിയനായിരിക്കണം. അടുത്തത് ഉപദേശിപ്പാൻ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. അപ്പൊ ഒരു ഉപദേശി ആ ഉപദേശത്തിനൊത്തോളം ജീവിക്കുന്നവനായിരിക്കണം. അല്ലാതെ അവൻ ഉപദേശിക്കുകയും ഉപദേശത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ജീവിതം ചെയ്യുന്ന ഒരാളാവരുത് കേട്ടോ. ഉപദേശിപ്പാൻ സമർത്ഥൻ. അടുത്ത് മദ്യപ്രിയനും തല്ലുകാരനും അരുത്. മദ്യപ്രിയൻ ഇടയ്ക്ക് പോയിട്ട് ഓരോന്ന് സേവിക്കാന്നുള്ളൊരു സേവയുള്ളവനാവരുത്. മദ്യപ്രിയൻ ആരും അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് 2 വിട്ടിട്ട്
വരാൻ പറ്റുന്നവനല്ല. മദ്യപ്രിയൻ ആകരുത്, തല്ലുകാരനാകരുത്. അപ്പൊ മദ്യപ്രിയനാണെങ്കിൽ അവൻ പതുക്കെ തല്ലുകാരനും ആകും അല്ലേ? കണ്ടോ, മദ്യപ്രിയനും തല്ലുകാരനും അടുത്ത് ശാന്തനും കലഹിക്കാത്തവനും. ശാന്ത സ്വഭാവമുള്ള എന്ന് പറഞ്ഞാൽ, ശാന്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ശാന്തൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു ഗോഡ്ലി ക്യാരക്ടറാണ്. അത് എല്ലാവർക്കും പോയി അടിച്ചു കയറി നിൽക്കല്ല, ഒരു ശാന്ത സ്വഭാവം. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ കൃത്യതയോടുകൂടി പറയാനും കൃത്യതയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു വ്യക്തിത്വം. ശാന്തനും കലഹിക്കാത്തവനും. കണ്ടോ, കലഹിക്കാന്നൊരു സ്വഭാവമല്ല ഉണ്ടാവുക. അത് ഈ ദൈവസഭയിൽ വരുമ്പോൾ ക്ലീൻ ഷേവ് അടിച്ചു വരുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. കുടുംബത്തിലും ഒരു കലഹം ഉണ്ടാക്കുന്ന വ്യക്തി ആയിരിക്കരുത്. മനസ്സിലായോ? ഒരു ശുശ്രൂഷ സംബന്ധിച്ചിടത്തോളം കലഹമല്ല, കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹം ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി. മറ്റുള്ളവരിലല്ല ആശ്രയിക്കുന്നത്, അല്ല കർത്താവിലാണ് ആശ്രയിക്കുന്നത് അല്ലെ. അതുകൊണ്ടല്ലേ പറയുന്നത്, സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, എന്താ പറയുക സങ്കീർത്തനത്തിൽ പറയുന്നത്, സങ്കീർത്തനം കണ്ടോ 118:8 പറയുന്നത്, ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം കർത്താവിലാണ് ആശ്രയിക്കേണ്ടത്, മനുഷ്യരിലല്ല. അതുകൊണ്ടാണ് 118:8 പറയാണ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. കാരണം പറഞ്ഞതിന് താല്പര്യം, ഈ മനുഷ്യരിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മനുഷ്യർ പെട്ടെന്ന് സ്വഭാവം മാറും. അപ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ദ്രവ്യത്തിന് വേണ്ടി മനുഷ്യരിൽ ആശ്രയിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ വാക്ക് മാറാം, പറഞ്ഞത് മാറിപ്പോകാമെന്ന് വരാം. പക്ഷെ കർത്താവാണ് വിളിച്ചതെങ്കിൽ അവൻ വിശ്വസ്തനാണ്, അവൻ നമുക്ക് സകലതും നൽകി തരാൻ മതിയായവനാണ്. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളുടെ മുഖത്തോട്ടല്ല നോക്കേണ്ടത്, കർത്താവിലേക്ക് നോക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എൻ്റെ ഉറവുകളൊക്കെ നിന്നിലാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. അവൻ മറക്കത്തില്ല, അവൻ നമ്മളെ ഉപേക്ഷിച്ച് കളയത്തില്ല. അതുകൊണ്ട് ഒരു ശുശ്രൂഷകൻ ദ്രവ്യാഗ്രഹത്തിന്റെ പിന്നാലെ അല്ല പോകേണ്ടത്, മറിച്ച് നമുക്ക് ആവശ്യമായതെല്ലാം ധാരാളമായി അനുഭവിക്കാൻ തരുന്ന കർത്താവിലാണ് ആശ്രയം വെക്കുന്നത്. അടുത്ത് സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കണം. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കണം, ഒരുക്കിയെടുക്കണം, മക്കളെ ഒരുക്കണം, കുടുംബത്തെ ഒരുക്കണം. നോഹയ്ക്കും കുടുംബത്തിന് കൃപ ലഭിച്ചു, നോഹ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം പണിതു എന്ന വചനം പറയണം. അതുപോലെ ഒരുക്കണം. അടുത്തത് മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കണം. അപ്പോ ഒരു കുടുംബനാഥൻ മക്കളെ പൂർണ്ണ ഗൗരവത്തോടുകൂടെ അനുസരണത്തിൽ പാലിക്കുമ്പോൾ ആ മക്കൾക്ക് എന്തുണ്ടാവണം? അനുസരണത്തിൽ നടക്കാനുള്ള ആഗ്രഹം ഉണ്ടാകണം. അതല്ലെങ്കിൽ അതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും മക്കള്. മനസ്സിലായോ? അതുകൊണ്ടാണ് അമ്മയപ്പന്മാരെ അനുസരിച്ചിരിക്കുന്ന മക്കളും എന്തുണ്ടാവും? അവർ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഉണ്ടാകുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇല്ലേ? അവരും ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയും എൻ്റെ മുമ്പിൽ നിലനിൽക്കുന്ന പോലെ നിന്റെ മക്കളും അവരുടെ പേരും അവിടെ ഉണ്ടാകുമെന്ന് വചനത്തിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, സ്വന്തം കുടുംബത്തെ മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ പാലിക്കുന്നവനാകണം. അപ്പോൾ ഈ പറയുന്ന ഒരു അനുഭവത്തിൽ ഓരോരോ കാര്യങ്ങളും കൃത്യതയോടുകൂടെ ചെയ്യുന്നവനാണ് ശുശ്രൂഷകൻ. അവൻ വാക്ക്, നടപ്പ്, സ്നേഹം, വിശ്വാസം, നിർമ്മലത, വിശ്വാസത്തിന്റെ മർമ്മം, ശുദ്ധ മനസ്സാക്ഷിയിലൊക്കെ സൂക്ഷിക്കുന്നവരായിരിക്കണം. അപ്പോൾ നമ്മളും ഓരോ ദിവസവും ഈ ദൈവവചനത്തിന്റെ കൃത്യമായിട്ടുള്ള അനുസരണത്തിൽ കൂടി നമ്മൾ നയിക്കപ്പെടുമ്പോൾ നമ്മളെ ബലമേൽപ്പിച്ചിരുന്ന ശുശ്രൂഷയിലേക്ക് കർത്താവ് നയിക്കും. അതുകൊണ്ട് അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കും, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. അതുകൊണ്ട് നമ്മൾ നിരാശയിലോ ഭാരത്തിലോ ഭയത്തിലോ ഭീതിയിലോ ഒന്നുമല്ല, കർത്താവിന്റെ മുഖത്തേക്ക് അവന്റെ മുഖത്തേക്ക് നോക്കി ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അകൃത്യത്തിൽ ജീവിതം കഴിക്കുകയല്ല, അതിനൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട് നയിക്കപ്പെട്ട് കർത്താവിന്റെ വരവേറ്റ് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതിമാൻ ഇനി നീതി പ്രവർത്തിച്ചിട്ട് അഴുക്കുള്ളവനെ അഴുക്കാടട്ടെ. ഇത് ഞാൻ വേഗത്തിൽ വരുന്ന ഓരോരുത്തരെ അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് നമ്മൾ വൃക്ഷത്തിലേക്ക് ഒന്ന് നോക്കുക, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമാണോ ഞാൻ? എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ നടപ്പ് ഒക്കെ, എൻ്റെ ശുശ്രൂഷ ഒക്കെ ഈ ഫലം മറ്റുള്ളവർക്ക് ഫലം കാണത്തക്ക രീതിയിലുള്ളതാണോ? ഇല്ലെങ്കിൽ ഇന്ന് എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടണം. പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ നമ്മളെ തന്നെ സമർപ്പിക്കണം. പത്രോസ് പറയുന്ന പോലെ യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കണം, അവനായിട്ട് സമർപ്പിക്കണം. കർത്താവെ, എൻ്റെ ക്രൂവൽ ക്ഷമിക്കണം, എന്നെ പൂർണ്ണമായി അങ്ങേക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിൽ ഓരോ ദിവസവും തുടരാൻ എന്നെ സഹായിക്കണം കർത്താവെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ തന്നെ നയിക്കപ്പെടാൻ കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ ഹൃദയത്തിൻ്റെ വാതിലൊന്ന് മുട്ടി വിളിക്കുക, എൻ്റെ ശബ്ദം കേട്ട് നീ വാതിൽ തുറന്ന് ഞാൻ എന്നോട് കൂടെ വസിക്കുന്നു എന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മളെ സമർപ്പിക്കുക. അതൊരിക്കലും ഒരു കുറവല്ല, മറിച്ച് നമുക്ക് പ്രാഗൽഭ്യത്തോടെ ഓരോ ദിവസവും ക്രിസ്തുവിൽ വളരാനായിട്ടുള്ള
അവസരമാണ്. പ്രാർത്ഥിക്കുക. സ്വർഗ്ഗപിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, കർത്താവ്, ഞങ്ങൾ കാണുന്ന യേശുവിനെ കാണുന്നൊരു ജീവിതം ജീവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ദുഷ്ടൻ്റെയിലപ്പെടാതെ കാക്കണം. ഞങ്ങളുടെ ഭവനങ്ങൾ സ്വർഗീയ ഭവനങ്ങളായി തരാൻ കർത്താവ് സഹായിക്കണം. അവരുടെ നാമത്തെ ദുഷിപ്പിക്കുന്ന ഒന്നും ഞങ്ങളിൽ നിന്നുണ്ടാകാതെ ഞങ്ങൾ ഓരോരുത്തരും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.